we are the generation who actually saw analog converted to digital. We went from a VHS to a VCD to a DVD to a USB to a subscription mode of watching movies എന്ന് പറയുന്നത് in a span of what, 10-15 years? Copies to cloud. Copies to cloud നമുക്ക് എത്ര സമയം എടുത്തു? ഈ അഗ്രഷൻ തുടങ്ങിയത് ടെസ്ലയാണെന്ന് ഞാൻ പറയൂല. അഗ്രഷൻ സ്റ്റാർട്ട് വിത്ത് ചൈനീസ് വെഹിക്കിൾസ് നല്ല ഹെവി ആയിട്ട് പോകുന്നുണ്ട്. BYD is doing amazing out there. Exceed BYD സബ്സ്ക്രിപ്ഷൻ ബേസിസിലൊക്കെ കൊടുക്കുന്നത്. no idea. ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ലീസ് സംതിങ് ലീസ് ആൻഡ് ഓൺ അങ്ങനെ എന്തോ സംതിങ് growing very popular. അമേരിക്കയിൽ ഓൾറെഡി ഉണ്ടല്ലോ ലീസ് എന്ന് പറയുന്ന സാധനം. It's going very popular right now in UAE. ആൾക്കാർ വെഹിക്കിൾ കാർ ലീസ് എന്ന് പറയുന്ന കാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ആക്ച്വലി ഗ്രോയിങ് വെരി പോപ്പുലർ. ഫ്രാഗ്മെന്റഡ് ഓണർഷിപ്പ് വരെ തുടങ്ങിയത്. അതായത് ഇപ്പൊ ഒരു ഫെറാറിയിലൊക്കെ നമുക്ക് മുഴുവനായിട്ട് വാങ്ങണ്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഞാൻ ഇന്ത്യയിലും ഒരു മലയാളിയുടെ ഒരു ഇതേമാതിരി പോഡ്കാസ്റ്റ് കണ്ടായിരുന്നു. റേഞ്ച് റോവർ ഏതോ ഒരു വോഗാന്നുണ്ട് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ 10 ലക്ഷം ഇട്ടാൽ മതി, അവർ തന്നെ അറേഞ്ച് ചെയ്ത് ഒരു 10 പേരെ കൊണ്ട് മേടിപ്പിച്ച് ഇത്ര കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ പ്ലാനുകളൊക്കെ ആയി. Why you are spending 3 crores for it? ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമല്ലേ. ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ ദിവസം ഒരാള് ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഫെറാറിയിൽ വന്ന് ഫുൾ ജാടയിൽ നിൽക്കുന്നു. അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ഫ്രങ്കില് കൊണ്ടുവന്ന് വെക്കാനായിട്ട് തുറക്കാറിഞ്ഞൂടാ റെന്റലല്ലേ ചോദിക്കുന്ന സാധനമുണ്ട്. അപ്പോൾ ദുബായിലൊരു ജേണി, അപ്പോൾ മോസ്റ്റ്ലി മിഥുന അവിടെയാണ്, പക്ഷെ അതേമാതിരി ഓഫൺ നമ്മുടെ നാടായിട്ട് പല പ്രോഗ്രാംസ് ആയിട്ടും വന്നു. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളാണല്ലോ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ റെവല്യൂഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷങ്ങളാണ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മിഥുന് തോന്നുന്നത്? ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബൂം? ഐ മീൻ ഇന്ത്യ അല്ല, ഞാൻ കേരളത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ചിലപ്പോൾ ഇനിയും സമയമെടുത്തെന്ന് വരാം. കാരണം ഇപ്പോഴും ഈ പറയുന്നത് പോലെ നമുക്കിതിൻ്റെ ഒരു സമയം ഇന്നും ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ റൈറ്റ് നൗ വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് വേർജ് ഇൻ വിച്ച് യു ക്യാൻ ആക്ച്വലി ഗോ ടു എ ഗ്യാസ് സ്റ്റേഷൻ അല്ലെ പമ്പിൽ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് യു ഹാർഡ്ലി what ഇനി എത്ര 2 minutes 3 minutes. ഞാൻ പറഞ്ഞത് 5 മിനിറ്റ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും ഇതില്ല. But a charger is not like that. Even if you want to have a 240 kilowatt നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജറിൽ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിലും it takes 20 minutes 20-25 minutes 20-25 minutes minimum. So that culture has to seep in. നമുക്കത് കൊണ്ട് നമ്മളൊരു മോളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ you can keep it there, go shop and come back in the meantime എന്നുള്ള സാധനം വരും. Your coffee shops are going to have easy chargers. അപ്പോൾ ആ ചാർജറിന്റെ സ്ഥലത്ത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ കോഫി കുടിച്ച് ഇറങ്ങുമ്പോൾ ഇറ്റ് വിൽ ബി ചാർജ്ഡ് എന്ന് പറയുന്ന ഒരു കൾച്ചർ വരണം. കാരണം നമുക്ക് അത്രയും ക്ഷമയില്ല. ഈ ക്ഷമയില്ലായിക നമുക്കൊരു 3 സെക്കൻഡിനകത്ത് നമ്മളെ ഹുക്ക് ചെയ്തില്ലേ നമ്മൾ റീല് പോലും കാണൂല, നമ്മളടുത്ത് മാറ്റിയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ അത്രയും കണ്ട് നമ്മുടെ അറ്റൻഷൻ സ്പാനും നമുക്ക് ക്ഷമയില്ലായികയും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സോ നമ്മൾ ഇമ്മീഡിയറ്റ് സാധനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു ഹിൻഡ്രൻസ് ആയിട്ട് വരാം. ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ there will be a point in which നമ്മൾ അലുമിനിയം ബാറ്ററീസിനെ പറ്റി കേട്ടോളി. നമ്മൾ നേരത്തെ സിൽവർ അയണും മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നേരെ അലുമിനിയം ബാറ്ററീസ് ടെസ്ല ഹാസ് അനൗൺസ്ഡ് അലുമിനിയം ബാറ്ററീസ് ആണ്. ഇനിയിപ്പോൾ അടുത്ത that charging is not going to take 20 minutes anymore. അലുമിനിയം ബാറ്ററീസ് വരുമ്പോൾ ചാർജിങ് ടൈം is actually going to be half. അതാ പറഞ്ഞേ, ആ ഹാഫ് വരുമ്പോൾ you know that you're going in for half in the next year. 20 മിനിറ്റ് എടുത്തോണ്ടിരുന്ന നമുക്ക് 10 മിനിറ്റ് ആയിട്ട് കുറയും അലുമിനിയം ബാറ്ററീസ് വരും.